ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 29 തിങ്കളാഴ്ചയാണ്. ഒരു പുതിയ ആഴ്ചയുടെ തുടക്കമാണ്. അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെയും അതേപോലെ ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ദിവസമാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ഒരല്പം ബലം പിടിക്കുന്നത് പോലെ ഒരു തോന്നൽ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. എന്നോട് മസിൽ വിട്ട് സംസാരിക്കടാന്നൊക്കെ ഒരുപാട് പേര് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. തീർച്ചയായിട്ടും ബലം പിടിച്ച് സംസാരിക്കുന്നതും മസിൽ പിടിച്ച് സംസാരിക്കുന്നതല്ല. രാവിലെ ഉറങ്ങിയണീറ്റ് ഒന്ന് ഇത്രയും ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് വന്ന് സംസാരിക്കുമ്പോൾ, അതായത് കുറച്ച് ഇപ്പോൾ ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയി വരുമ്പോൾ സമയം ഒന്ന് ബലം പിടുത്തം വരുന്നതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം മസിൽ പിടിച്ച് സംസാരിക്കുന്നതല്ല. ദെൻ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കുതിപ്പിലാണ് ഉള്ളത്. സോ അത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം. കാരണം ഇടയിൽ 2-3 ദിവസം മുൻപേ മാർക്കറ്റിന് ശരിക്കും ഗ്രിപ്പ് പോയിരുന്നു, നഷ്ടപ്പെട്ട് സ്ലിപ്പായി താഴോട്ട് പോയിരുന്നു. പക്ഷെ തിരിച്ച് നല്ല രീതിയിൽ തിരിച്ച് കയറി വരുന്നുണ്ട്. സോ ഈ മാസത്തെ ടാർഗറ്റായ 25,572 എന്തായാലും ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള റെസ്പോൺസാണ് മാർക്കറ്റിൽ കാണുന്നത്. അതുപോലെ ഇന്ന് എന്താ പറയുക, സ്റ്റോക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, ഇന്ത്യ സിമെൻറ്റ്സ്, ബെൽ, ബയോകോൺ, REC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അൾട്രാടെക് സിമെൻറ്റ്, അതുകൂടാതെ കുറച്ച് സ്റ്റോക്കുകളോട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ്, മാരുതി, സൺഫാർമ, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, മണപ്പുറം ഫിനാൻസ്, ജൂബിലന്റ് ഫാമോവ, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു മൂവ്മെൻറ്റ് ഇന്ന് മാർക്കറ്റിൽ അതിനുണ്ടാകും എന്ന് തന്നെ. ഒന്നാൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ സ്റ്റോക്കുകൾക്ക് ഉണ്ടാവുക. ദെൻ നമ്മൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും എല്ലാ മാർക്കറ്റുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്ത്. ചൈനയുടെ ഷങ്കായ് കമ്പോസിറ്റ് 2 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 15-20 മിനിറ്റിൻ്റെ ഒരു ഡിലേ ഉണ്ടാവുമെന്ന് നിങ്ങൾ കാണുന്ന ഒരു ഡാറ്റ ആയിരിക്കില്ല. 7 മണിക്ക്, ഏകദേശം 7 മണിക്കുള്ള ഒരു ഡാറ്റ ആയിരിക്കും ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മാർക്കറ്റിലെത്തി നോക്കുമ്പോൾ ഇതിൽ നിന്നും ഡാറ്റ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു വർഷത്തെ ഏറ്റവും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയിരിക്കുകയാണ്. 25,035 ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത് 25,938 ഇന്നത്തെ ഓപ്പണിംഗ് 996, 58 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നല്ല രീതിയിലുള്ള ഒരു മികച്ച മുന്നേറ്റമാണ് വന്നിരിക്കുന്നത്. നോക്കാം ഇനി നമുക്ക് എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അത് ശരിക്കും പറന്നു പോകുന്ന മാർക്കറ്റിന് എന്താ പറയുക, അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലാണ് ഈ ഒരു രീതി കിട്ടുക. അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാൽ പ്രീവിയസ് ഡേ ഹൈ വരെ തിരിച്ചിറങ്ങി പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നോക്കാം എന്തായാലും നമ്മുടെ ലൈവ് മാർക്കറ്റിൽ എന്താണ് വരുന്നത് നമുക്ക് ആ സമയത്ത് കണ്ടറിയാം. ഇന്നത്തെ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ചൈന FDI ഇയർ ഓൺ ഇയർ, US ഡെല്ലാസ് ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, ഇത്രയും ഇവൻറ്റുകളാണ് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒത്തിരി ഉണ്ട്. ഞാൻ കുറച്ച് കമ്പനികൾ വായിക്കാം. വേൾപൂൾ ഇന്ത്യ, വേദാന്ത് ഫാഷൻസ്, ഇന്ത്യൻ ബാങ്ക്, വണ്ടർല ഹോളിഡേയ്സ്, വാർഡ് വിസാർഡ് ഇന്നോവേഷൻസ്, ഫൈസർ, ക്വസ്റ്റ് കോർപ്പറേഷൻ, മാംഗ്ലൂർ കെമിക്കൽസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ജിന്ദാൽ സോ, ജയ് ബാലാജി ഇൻഡസ്ട്രീസ്, ഗുഡ് ലക്ക് ഇന്ത്യ, കോൾഗേറ്റ് പാമോലീവ്, ഭാരത് ഇലക്ട്രോണിക്സ്, CSB ബാങ്ക്, അദാനി ടോട്ടൽ ഗ്യാസ്, ACC, അദാനി വിൽമാർ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. എനിക്കൊന്ന് 150-ലധികം കമ്പനികളുണ്ട് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. സോ നല്ലൊരു ദിവസമായിരിക്കും. ഇന്ന് FNO ബാനിലെ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. കാരണം പുതിയ ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഓഗസ്റ്റ് സെഷൻ. സോ അതിന് ട്രേഡിംഗ് ഇന്നാണ് ആരംഭിക്കാം. ഇന്നല്ല, ഓക്കെ, അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ FNO ബാനിലൊന്നും തന്നെ വന്നിട്ടില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസത്തെ നോക്കുകയാണെങ്കിൽ 2,546 കോടിയുടെ ബൈയിങ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും 2,774 കോടിയുടെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്തത് വഴി 5,320 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നത്. ഈ മാസം ഇതുവരെയായിട്ട് 16,943 കോടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും 8,888 കോടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 25,832 കോടിയുടെ ബൈയിങ് ആണ് ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്നത്. ഇനി ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,423 ഓപ്പണായി 411 പോയിന്റ് ഒരു മുന്നേറ്റത്തിൽ 24,835 ഓപ്പണായി. ഇന്നിപ്പോൾ ഫിൻ നിഫ്റ്റി 25,000
55.35 മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ നിഫ്റ്റി അതേ രീതിയിൽ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം കൂടെ നിഫ്റ്റിയിൽ 247 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ജൂലൈ മാസത്തിൽ നിഫ്റ്റിയിൽ 842 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ CPR നോർമലായിരുന്നു ഇന്നലെ, പക്ഷേ ഇന്നലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോർമൽ CPR ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി തന്നതുപോലെയുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ ഇന്നും CPR പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 12.25 വൊളാറ്റിലിറ്റി നന്നായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അതായത് ഫിയർ ഇൻഡെക്സ് കുറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷണൽ മൂവ്മെന്റ് കിട്ടാൻ, ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണ് കൂടുതലും ഇതിന് സാധ്യത. വിക്സ് കൂടുന്തോറും അപ്പ് ഡൗൺ മൂവ്മെന്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ. ആൾക്കാർക്ക് കൺഫ്യൂഷൻ, ഇതെങ്ങോട്ടാണ്, ഒരു അൺസർട്ടനിറ്റി ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ടും മുകളിലോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകും. ഇവിടെ വിക്സ് കുറവാണ്. സോ എനിക്ക് തോന്നുന്നു മുകളിലോട്ടാണെങ്കിൽ കൃത്യമായിട്ട് മുകളിലോട്ട് തന്നെ പോകും, അല്ല താഴോട്ടാണെങ്കിൽ കൃത്യമായിട്ടും താഴോട്ട് തന്നെ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. PCR, നിഫ്റ്റിയുടെ PCR ക്ലിയർലി 1.28 ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ സൂപ്പറായിട്ട് അത് ബുള്ളിഷ് മോഡിലേക്കാണ് കയറി നിൽക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,000-ലാണ്, 62 ലക്ഷം. എന്നാൽ അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നത് 24,500-ൽ 66 ലക്ഷം ഉണ്ട്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം 839 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം കിട്ടി. ഫിൻ നിഫ്റ്റിയിൽ 375 പോയിന്റിൻ്റെ മുന്നേറ്റം കിട്ടി. സെൻസെക്സിൽ 1174 പോയിന്റിൻ്റെ മുന്നേറ്റം കിട്ടി. മിഡ് ക്യാപ്പിൽ 268 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം കിട്ടി. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ച്. ഇന്നും അതേ രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇപ്പോൾ സെൻസെക്സിൻ്റെയും ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. ഒരു മന്ത്ലി ലെവലിൽ സെൻസെക്സ് അല്ല, മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയാണ്. ഒരു മന്ത്ലി ലെവലിൽ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഹൈ കട്ട് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്യാൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ ഈ സാധനം ഇനിയും ഒരുപാട് പറന്നു പോകും. മാതിരി കയറിപ്പോക്കാണ് പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ വിക്സ് അല്ലെങ്കിൽ CPR വളരെ വൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിങ് ഇതും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്നൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ റേഞ്ച് പോക്ക്, അതായത് നമ്മുടെ റാസ് ലെവൽസിൻ്റെ പുറത്തുള്ള ഒരു ട്രേഡിങ് നടക്കാനുള്ള സാധ്യതയാണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വിശദമായിട്ട് പറയുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 12,770 ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 12,604 ഇത് രണ്ടും തെറ്റിപ്പോകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അപ്പോൾ ഇതെന്തായാലും ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു. നിങ്ങളുടെ ആ സമയത്തുള്ള അനുമാനത്തിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ബാങ്ക് എക്സിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് എക്സിൽ ഒരു മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് നമ്മൾ മന്ത്ലി പിവേർട്ടിൽ അല്ലെങ്കിൽ മന്ത്ലി നോ ട്രേഡ് സോണിൽ വന്ന് അല്ലെങ്കിൽ ടോപ്പ് CPRൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകും. ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും പ്രീവിയസ് ഹൈ, അതായത് ഓൾ ടൈം ഹൈ കട്ട് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ബാങ്ക് എക്സ് ബുള്ളിഷ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു തിരിച്ചു വരവിനാണ് ഈ സാധനം ഒരുങ്ങുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കയറി വരണം. ഈ ഹൈ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏകദേശം ഇത് ബുള്ളിഷായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ബുള്ളിഷായി വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ മിനിഞ്ഞാന്ന് നല്ല രീതിയിൽ ഓടിയ മാർക്കറ്റാണ്. ഇവിടെ റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ താഴേന്ന് ഓപ്പണായിട്ട് മുകളിലോട്ട് പോകും. അതായത് ഏകദേശം ഈ ഭാഗത്ത് ഇവിടെ നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിന് വളരെ അടുത്തായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടും. പിന്നെ ഫർദർ അപ്പ് റാലി വരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഹെവി റേഞ്ച് കഴിഞ്ഞ ദിവസം ട്രേഡ് നടന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പക്ഷേ ഒന്നുകിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചിട്ട് അടുത്ത ട്രേഡിംഗ് ഡേയിൽ നല്ല രീതിയിൽ പായുമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള കുതിപ്പ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ഒരു സിഗ്നൽ കാണിക്കുന്നില്ല. ഇവിടെ മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. പ്രതീക്ഷിക്കുന്ന ഹൈ 59,022 ആണ്. അപ്പോൾ അതേപോലെ ഇന്നത്തെ ഡേ ലോ വരാൻ സാധ്യതയുള്ളൂ. രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഒന്നിൽ ഡേ ഹൈ കിട്ടും അല്ലെങ്കിൽ ഡേ ലോ കിട്ടും. 58,255 ഡേ ലോയും വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ ഈ CPRന് സറൗണ്ടിങ് ആയിട്ട് എവിടെയെങ്കിലും ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ആ രീതിയിലൊരു മൂവ്മെൻറ്റ് വരട്ടെ. നമുക്ക് എന്തായാലും അടിപൊളിയായി ഇന്നത്തെ ഒരു ട്രേഡിങ് നിങ്ങൾക്ക് ലാഭകരമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.